ഓക്കെ ഇപ്പൊ അടി പൊട്ടാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. TV ആൻഡ് KKB ഓൾറെഡി കണ്ടുമുട്ടി റിപ്പയർ ചെയ്തൊരു വണ്ടിനെ ഒരു ടാർഗറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. KKBയുടെ എല്ലാ വണ്ടിനെ അവർ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. TVയുടെ 3 വണ്ടികളേ ഉള്ളൂ. TV ഇപ്പൊ ഫൈറ്റ് കമ്മിറ്റ് ചെയ്തത് വളരെ ഒരു മണ്ടത്തരമല്ല. TVയുടെ 6 വണ്ടികളുണ്ട്. KKBയുടെ വണ്ടികളാണ് കുറവെന്ന് തോന്നുന്നു. ഓ മൈ ഗോഡ്, KKBയുടെ 3 വണ്ടിയേ ഉള്ളൂ. TVയുടെ 1 2 3 5 6 വണ്ടികൾ. ആ 3 വണ്ടികളെ ചേസ് ചെയ്ത് പോവാണ്. അപ്പൊ ബാക്കിയുള്ള വണ്ടികൾ എവിടെ പോയി? KKBയുടെ ഓക്കെ, KKBയുടെ 3 വണ്ടികൾ ഒരുമിച്ച് എത്തിയിരിക്കുകയാണ്. ഇത് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം TVയുടെ വണ്ടികളാണ്. ഓക്കെ, TVയുടെ വണ്ടികളാണല്ലോ. KKBയുടെ ചട്ടക്കൂട്ടിൽ ഇതാ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരിതാ ബാക്കിയുള്ള ടീമേറ്റ്സിന്റെ അടുക്കായിട്ട് പൊക്കോണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അവർ നിർത്താതാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഫൈറ്റ് കമ്മിറ്റ് വളരെ മണ്ടത്തരമായിപ്പോൾ അത് അവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെ ക്ലിയർ ചെയ്ത് പോകുന്നത്. അവർ പക്ഷേ ഒരു വലിയൊരു സ്പ്ലിറ്റിലേക്കാണ് പോകുന്നത്. 3 ഡയറക്ഷനോട്ടാണല്ലോ ദൈവം പോയത്. ഓക്കെ, KKBയുടെ ഓൾറെഡി ബാക്കിയുള്ള പ്ലേയേഴ്സ് ഇവിടെ ബൈഫൂട്ട് ഇറങ്ങി കളിക്കുന്നുണ്ട്. ഓക്കെ, TVയുടെ പ്ലേയേഴ്സ് ഇവിടെ ഇറങ്ങി ശ്രദ്ധിച്ചില്ലെന്ന് റൈസൺ. ഓക്കെ, അതുപോലെ തന്നെ TVയുടെ ആൾക്കാർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മല നമ്മൾ ഈ റൂള് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നില്ലല്ലേ? നാളെ ആവട്ടെ. നല്ല ഫൈറ്റ് കാണാൻ പറ്റത്തില്ല. നല്ല ഫൈറ്റ് കാണണമെങ്കിൽ അതൊക്കെ മറ്റേ ഇനിഷ്യൽ ഫൈറ്റ് ഇറങ്ങി അടി പടേന്ന് പറഞ്ഞ് അടിച്ചൊക്കെ കിട്ടണം. അതൊക്കെ രസമാണ്. ഹോൾഡിങ്ങും ഒരു സ്ട്രാറ്റജിയാണ്, കുറ്റം പറയാൻ പറ്റത്തില്ല. ഓക്കെ, TVയുടെ വണ്ടികളെല്ലാം റിപ്പയർ സ്റ്റേഷനിൽ വരുന്നത് തോന്നുന്നു. കാരണം ഓൾറെഡി വണ്ടി റിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, സ്നാങ് അത് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. KKBയുടെ വണ്ടികൾ ബാക്കിലോട്ട് വരുന്നുണ്ടോ? ഇല്ല, ഈ ഒരു മലയാണ് അവർ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വണ്ടി ഒറ്റയ്ക്ക് താഴെ ഇവിടെ ഇത് പ്ലേയേഴ്സ് ഇല്ലടാ. 1 2 3 4 5 6 അല്ലേ? വേറെ KKBയുടെ വണ്ടിയൊന്നും ഇല്ലല്ലോ. ഓക്കെ, TVയുടെ വണ്ടികൾ 1 2 3 4 5 വണ്ടി 6 വണ്ടി ഇവിടെ ഉണ്ട്. ഹെലി ഇല്ല TVക്ക്. ഹെലി കളിക്കാൻ ആരും ഇല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഹെലി TVക്ക് ഇന്നില്ല. പക്ഷെ KKBക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് ഹെലി ഉള്ളത് തന്നെ. നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ തിരിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15 പേരാണ് TVയുടെ ബൈഫൂട്ട് കളിക്കുന്നത്. KKBയുടെ 14 പേരെ ബൈഫൂട്ട് കളിക്കാൻ അവർക്ക് അവസരമുള്ളൂ. ഓക്കെ, കണ്ണൻ സ്നാങ് ഇത്രയും താത്ത് പറത്തിയിട്ട് അവരാരും എടുക്കുന്നില്ല. ഇവിടെ കണ്ണൻ സ്നാങ് ഇവിടെ ഇറങ്ങി അടിക്കുകയാണ്. വലിയൊരു മണ്ടത്തരമാണ്. നല്ല ടാഗ് കിട്ടും. ഇവിടെ ബാക്കിയുള്ള വണ്ടികൾ ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ മണ്ട പാർക്കോർ ഇല്ലല്ലേ? പാർക്കോർ ഇല്ലാത്തത് കൊണ്ട് ഓക്കെ, കുഴപ്പമില്ല. പാർക്കോർ ഉണ്ടെങ്കിൽ നല്ലൊരു അഡ്വാൻറ്റേജ്. ഓക്കെ, ഇവിടെ ഈഗിൾ നീലൻ വില്ലു അടങ്ങുന്ന ഒരു വണ്ടി നല്ലൊരു ടാഗ് അവിടെ അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഹെലി പുകഞ്ഞോ? ഹെലി പുകഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ കണ്ണൻ സ്നാങ് റിപ്പയർ ചെയ്യാൻ വേണ്ടി പോകണം. അത്രയും സമയം KKBക്ക് ഐസൈറ്റ്, അതായത് എയറിലുള്ള ഏരിയൽ വ്യൂ നഷ്ടമായിരിക്കുകയാണ്. അതാണ് ഈഗിളായി എന്ന് പറയുന്നൊരു സാധനം. ഇതാണ് ഈഗിളായി, ഏരിയൽ വ്യൂ. നിങ്ങൾക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞ് കാണാൻ പറ്റും എവിടെ ഏതൊക്കെ വണ്ടികളുണ്ടെന്നുള്ളത്. ഏരിയൽ വ്യൂ മിസ്സായിരിക്കുകയാണ്. നോക്കുകയാണെങ്കിൽ TVയുടെ വണ്ടികൾ ഇപ്പോഴും സ്പ്ലിറ്റ് ഒരു ഇനിഷ്യൽ ഇതായതുകൊണ്ട് ഒരു ഫുള്ളി ഒരു കമ്മിറ്റ് വാർ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ബട്ട് ഉടനെ തന്നെ ഒരു അടി ഉടനെ തന്നെ പൊട്ടും. KKBയുടെ ഒരു വണ്ടി ഇവിടെ ഉണ്ട്. പക്ഷെ ആ ഒരു വണ്ടിക്കകത്ത് ആളുണ്ടെന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് ആളില്ല. എങ്കിലും ടയർ ഞാൻ വെടിവെച്ച് പൊട്ടിക്കാന്ന് പറഞ്ഞ് ഫയർ ചെയ്യുന്നുണ്ട്. KKBയുടെ വണ്ടികൾ നോക്കുകയാണെങ്കിൽ 3 വണ്ടികൾ ഇവിടെ, 2 വണ്ടികൾ ഈ ഒരു ഏരിയയിലാണ് കളിക്കുന്നത്. ഇപ്പോഴും അവർ ഫുള്ളി കമ്മിറ്റ് ചെയ്യുന്നില്ല. ഈ ഒരു ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ KKBയുടെ 2 വണ്ടികൾ സെപ്പറേറ്റ് ആയിട്ടാണ് കളിക്കുന്നത്. 3 വണ്ടികൾ ഒരുമിച്ചും അവർ ആ ഒരു ഏരിയയിൽ ഫോൾ ബാക്ക് ചെയ്യുകയാണ്. സെയിം ടു സെയിം ആണോ? ഓക്കെ, ഇതാ ഹെലി റിപ്പയർ സ്രാങ്ക് ഇതാ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനി അങ്ങനെ ഒരു മണ്ടത്തരം ഞാൻ കാണിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്രാങ്ക് വീണ്ടും താത്തി പറത്തുകയാണ്. പക്ഷേ എന്ത് പറ്റുമ്പോൾ നമുക്ക് കണ്ടു തന്നെ അറിയാം. ഓക്കെ, ഈ ഒരു നിന്നും TVയുടെ എല്ലാവരും അങ്ങോട്ട് നല്ല രീതിയിൽ ഫയർ ചെയ്യുന്നുണ്ട്. അവിടുന്ന് KKBയുടെ എല്ലാവരും ഇവിടെ നിന്ന് അങ്ങോട്ട് ഫയർ ചെയ്യുന്നുണ്ട്. എന്നാ പിടിച്ചു ഞങ്ങളുടെ ഒരുപാട് ബുള്ളറ്റിന് ക്ഷാമം കൊണ്ടുവരണം അല്ലേ? ബുള്ളറ്റ് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്ന രീതി ആക്കിയാൽ പറ്റും. നൈസ് അടിക്കുന്നുണ്ട്. ഇത് വാറാണ്, പ്രീ വാറല്ല, വാറാണ് ഗൈസ്. നല്ല പ്രീ വാർ കഴിഞ്ഞു. ഓക്കെ, ടയർ ഇല്ലാത്ത വണ്ടിയുമായി 2 പേർ ഈ ഒരു ആംഗിളിലോട്ട് പോകുന്നുണ്ട്. ടയർ ഇല്ല വണ്ടിക്ക്.
ഓക്കെ ഇപ്പൊ ഓക്കെ കെവിയുടെ വണ്ടി ടിവിയുടെ വണ്ടി ഈ ഒരു ഏരിയ പുഷ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ അവർ ഈ ഒരു റിഡ്ജ് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ കെവിയുടെ വണ്ടി 2 വണ്ടികൾ മല പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ അവിടെ വന്നാൽ നമ്മൾ ഇവിടെ നിന്ന് ഫയർ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ ആവശ്യമുണ്ട്. ഓക്കെ കെവിയുടെ 3 വണ്ടികൾ ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുന്നു. 2 വണ്ടികൾ ഇപ്പോഴും ബാക്ക് സ്റ്റാബ് നോക്കിയാണ് കളിക്കുന്നത്. അവർ ഈ ഒരു ഏരിയയിൽ ആൾക്കാർ വന്നാലോ എന്ന് പ്രതീക്ഷിച്ച് ഈ ഒരു ഏരിയ ബാക്ക് സ്റ്റാബ് നോക്കിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. 3 വണ്ടികൾ മാത്രമേ ഉള്ളൂ അവിടെ. ഓക്കെ കെവിയുടെ പ്ലേയേഴ്സ് ബൈഫൂട്ട് പുഷ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ നല്ലൊരു പുഷ് അവിടുന്ന് പോയി നല്ലൊരു അഗ്രസീവ് പുഷ് ആയിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. കെവിയുടെ സൈഡിൽ നിന്ന് ടിവിയെ ഇവിടുന്ന് ഫോൾ ബാക്ക് ചെയ്യിപ്പിച്ചിരിക്കുകയാണ് കെവി കറന്റ്. ടിവി അതേസമയം ഇവിടെ നിന്ന് നല്ലൊരു ആംഗിൾ എടുത്തുകൊണ്ട് നല്ലൊരു കവറാണ് അവിടെ കൊടുത്തോണ്ടിരിക്കുന്നത്. ഈ ഒരു ഗെയിം പ്ലേ എങ്ങോട്ട് അവർക്ക് കൊണ്ടുപോകാൻ പറ്റും? ടിവിയുടെ ഒരൊറ്റ വണ്ടി മാത്രം ഫ്ലഫി സ്പീഡ് അടങ്ങുന്നത് 2 വണ്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. അത് അവർ ഓക്കെ ടിവിയുടെ ബാക്കിയുള്ള വണ്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. അവർ അറിഞ്ഞിട്ടുണ്ട് കേക്കിവിടെ അവിടെ ഫോൾ ബാക്ക് ചെയ്ത് ഇവിടെ ഈ ഒരു മലമുകളിലോട്ട് എത്തിയിരിക്കുകയാണ്. അവിടുന്ന് ഇവിടുന്നുള്ളൊരു നല്ലൊരു പുഷ് ഇപ്പൊ കാണാൻ സാധിക്കും. പക്ഷെ ഇത് മണ്ടത്തരമായി പോകുമോ ടിവിയുടെ സൈഡിൽ നിന്ന്? ഇല്ല. ഓക്കെ ഈ ഒരു ആംഗിൾ വില്ലു നീല നടക്കുന്നത് ഈ ഒരു ആംഗിള് 3 പ്ലേയേഴ്സ് ഉണ്ട്. അതേസമയം ഇവിടെ എല്ലാവരും ബൈഫൂട്ടാണ്. അവിടുന്ന് ഒരു അഗ്രസീവ് പുഷ് കയറി വന്നിട്ടുണ്ടെങ്കിൽ ടിവിക്ക് അത് ഡിസഡ്വാൻറ്റേജ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത്രയും ഡിസ്റ്റൻസിലാണ് ബാക്കിയുള്ള പ്ലേയേഴ്സ്. പക്ഷേ ഈ പ്ലേയേഴ്സിനെ വെട്ടിച്ചോണ്ട് ഓടിച്ചു വേണം അവർ വരാൻ വേണ്ടിയിട്ട്. ഇതെന്താ കർണൽ സാങ്കിന് നല്ല ടാഗ് വന്നിട്ടുണ്ട്. കർണൽ സാങ്ക് ആ ഒരു ഏരിയയിൽ നിന്ന് പോയിട്ടുണ്ട്. വീഡിയോ അല്ലല്ലോ നോക്കിക്കോണേ. ഓക്കെ ബാക്കി ഓക്കെ നല്ലൊരു വേറെ ഓഫ് ആംഗിളിലോട്ട് ടിവി എത്തിയിട്ടുണ്ട്. സാവേജ് സ്നൈപ്പൻ സ്റ്റീവ് അടങ്ങുന്ന 3 പേരാണ് ആ ഒരു ഓഫ് ആംഗിലോട്ട് എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് 2 സൈഡിൽ നിന്നാണ് കെവിനെ ഫയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കെവിക്കാരെ റൈറ്റ് സൈഡിൽ കൊണ്ട് പുഷ് ചെയ്യുന്നുണ്ട്. പക്ഷേ കെവി ഓപ്പൺ കൂടാണ് പോകുന്നത് അവരുടെ അടുക്കലോട്ട്. അത് വലിയൊരു മണ്ടത്തരമാണ്. ജോൺ സ്റ്റീഫൻ ഒറ്റയ്ക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. ടിവി മാരിക്കിന്റെ ഒക്കെ റൊട്ടേറ്റ് ചെയ്ത് ചന്ദ്രനൊക്കെ ഇവിടെ ഒറ്റയ്ക്കാണ്. ചന്ദ്രൻ സുനിമൊക്കെ ഒറ്റയ്ക്കാണ്. കെവി എല്ലാവരും ഒരുമിച്ചാണ് പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാവരും ബൈഫൂളിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എന്ത് പറ്റും നമുക്ക് കണ്ടിരിക്കുന്നു. കെവി കുഞ്ഞിപ്പറമ്പിൽ ഒറ്റയ്ക്കാണ് കളിക്കുന്നത്. ഇവിടെ ചന്ദ്രൻ ഡൗൺ ആയിട്ടുണ്ട്. ജോൺ സ്റ്റീഫൻ ഡൗൺ ആയിട്ടുണ്ട്. ചന്ദ്രനല്ല ഫോൾ ബാക്ക്. ചന്ദ്രൻ ഡൗൺ, ജോൺ സ്റ്റീഫൻ ഡൗൺ, ടിവി കിൻഡി ഡൗൺ, മാധവ് ചെയ്യാൻ കെവി കൈസു ഡൗൺ, കെവി കുന്നുംപറമ്പിൽ ഡൗൺ. ഓക്കെ ടിവിക്കാർ ബാക്ക് ചെയ്തൊരു നല്ലൊരു പുഷ് വന്നിട്ടുണ്ട്. കെവി മൈക്കിൾ ജോൺ അവിടെ ഒറ്റയ്ക്കാണ് കളിക്കുന്നത്. ടിവിയുടെ പ്ലേയേഴ്സ് എല്ലാം അവിടെ ഹോൾഡ് ചെയ്യണം. നെട്ടൂർ തീർം അടിക്കുന്നില്ലേ? സ്പീഡ് വണ്ടി ഇറങ്ങുന്നതിന് മുന്നേ ഡൗൺ ആയിരിക്കുകയാണ്. ഇത് എന്താണ് ഇവിടെ നടന്നിരിക്കുന്നത്? ഓക്കെ കെവി ഇത്രയും പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്സിഡിയോസ് വണ്ടിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ടിവിയുടെ പ്ലേയേഴ്സ് എല്ലാം ഓ മൈ ഗോഡ് എന്ന് പറയാൻ പൊക്കി വീണിട്ടുണ്ടല്ലോ ടിവിയുടെ സൈഡിൽ നിന്ന്. നമുക്ക് കെവി ഇവിടെ നല്ലൊരു പുഷ് അഗ്രസീവ് ഒരു പുഷാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഡിസഡ്വാൻറ്റേജ് പോയിട്ടും അവിടെ തിരിച്ചു വന്നിട്ട് ഒരു അഗ്രസീവ് പുഷ്. സുനിമോൻ ഇവിടെ ഒറ്റയ്ക്കാണ്. സ്റ്റീവ് ഈ ഒരു വണ്ടിക്കകത്ത് ചത്തുപോയോ? വണ്ടിക്കകത്തിരുന്നുണ്ട്. ഇല്ല വണ്ടിക്കകത്തുണ്ട്, ജീവനുണ്ട്. സുനിമോൻ ഒറ്റയ്ക്ക് അവിടെ ഓടുന്നു. നോക്കി ഇവിടെ നല്ലൊരു കവർ ഫയർ കൊടുക്കുന്നുണ്ട്. വില്ലു, സ്നൈപ്പ്, ഫ്ലഫി, ഈഗിൾ ആൻഡ് സ്റ്റീവ് ആണ് ഇവിടെ നല്ലൊരു കവർ ഫയർ കൊടുത്തോണ്ടിരിക്കുന്നത്. ഏത് സൈൽസ് ഒറ്റയ്ക്കാണ് ഇവിടെ വന്നോണ്ടിരിക്കുന്നുണ്ട്. നീലിന് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. അവിടെ ഓപ്പണില് നോക്കുവാണെങ്കിൽ കെവിക്ക് വീണ്ടും നല്ലൊരു ഹൈറ്റ് അഡ്വാൻറ്റേജ് കിട്ടി. പക്ഷേ ഏത് സൈൽസ് ഒറ്റയ്ക്ക് ബാക്കി വരുന്നത് നല്ലൊരു കവർ ഫയർ കൊടുക്കാൻ നോക്കുന്നത്. ഈ പ്ലേയേഴ്സ് എല്ലാം കയറി വരുമ്പോൾ അവിടെ മേൽഭാഗം വിട്ടുകൊടുക്കുന്നത് വലിയൊരു മണ്ടത്തരമായി ഇപ്പോൾ ടിവിക്ക്. കാരണം മേൽഭാഗം വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് ഒരു പുഷ് കെവിയുടെ സൈഡിൽ ഒരു പുഷ് കാണാൻ സാധിക്കും. ഓക്കെ ഡൗൺ ഡൗൺ. ടിവിയുടെ 5 പേര്. കെവി അവിടുത്തെ ഒരു കർണൽ സാങ്ക് ഇവിടുത്തെ ഒരു പുഷ് കൊടുക്കുന്നു. അഗ്രസീവ് പുഷ് 2 പ്ലേയേഴ്സാണ് ഇവിടെ ഉള്ളത്. കർണൽ സാങ്ക് ഒറ്റയ്ക്കാണ് കയറി വരുന്നത്. വലിയൊരു മണ്ടത്തരം. കെവി സിന്ധു അവിടുത്തെ പുഷ് ചെയ്ത് വരുന്നുണ്ട്. ഹാലസി അവിടുത്തെ പുഷ് ചെയ്തിട്ടുണ്ട്. ജാക്ക് പൂൾ 5v5 ആണ് മാച്ച് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു കൂറ്റൻ മാച്ചാണ് നമ്മളിവിടെ കണ്ടിരിക്കുന്നത്. 5v5 5 vs 5. ഓ അവിടെ ടിവിയെ സ്റ്റീവ് സ്നൈപ്പിനെ ഇടിച്ചിട്ടു. അവിടെ സ്നൈപ്പ് തറയിൽ വീണ് അടി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരു മണ്ടത്തരമായി പോയി സ്റ്റീവിന്റെ സൈഡിൽ നിന്നും പറ്റിയത്. സ്റ്റീവ് തിരിച്ച് ഫയർ ചെയ്യുന്നു. ഈഗിൾ ഡൗൺ. വില്ലു, ഫ്ലഫി, സ്റ്റീവ് 3 പേരാണ്. ഓക്കെ 2v3 മാച്ച് ആണ്. കണ്ണൻ സാങ്ക് അവിടെ ഒരു വിക്കറ്റ് എടുക്കാൻ സാധിക്കും. സ്റ്റീവ് 2v2 നല്ലൊരു ടൈറ്റ് മാച്ച്. 2v2 കണ്ണൻ സാങ്ക് 1v2 ആണ് മാച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. കെവി മാത്തൻ ആൻഡ്രൂ വേഴ്സസ് ഫ്ലഫി ആൻഡ് വില്ലു. എടാ ഇവിടെ 0 മേടിച്ചതാ വന്നിട്ട്. കെവി മാത്തൻ ആൻഡ്രൂ വേഴ്സസ് ഫ്ലഫി ആൻഡ് വില്ലു ആണ്. 1v2 ആണ് മാച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. 1v2 നല്ലൊരു കൂറ്റൻ മാച്ചാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ടിവിയിലെ 2 പ്ലേയേഴ്സ്, കെവിയിലെ 1 പ്ലെയറാണ് ഇവിടെ ബാക്കിയുള്ളത്. 1v2 ആണ്. 2 പേർക്കും എത്ര പ്ലേയേഴ്സ് ഇലവുണ്ടെന്ന് അറിയില്ല. മേ ബി ടിവിയുടെ സൈഡിൽ നിന്നും വന്ന ഫയർ കണക്ക് കൂട്ടി മാത്തൻ അറിയാതിരിക്കാം 2 പ്ലേയേഴ്സ് അവിടെ ഇലവുണ്ട്. പക്ഷെ വേറെ എവിടെയൊക്കെ ആൾക്കാർ വരുമെന്ന് ഒരു പിടിയും ഉണ്ടായിരിക്കത്തില്ല. പക്ഷേ മാത്തൻ എന്ത് ചെയ്യാൻ സാധിക്കും നമുക്ക് കണ്ടറിയുന്നിരിക്കുന്നു. നല്ലൊരു ഫയറിംഗ് മാത്തന്റെ സൈഡിൽ നിന്നും മാത്രം ഇവിടെ ആംഗിൾ ഹോൾഡ് ചെയ്യാണ്. ടിവിയുടെ സൈഡിൽ നിന്ന് പുഷ് നമുക്ക് കാണാൻ സാധിക്കുന്നു. വില്ലു ഒരു ഓഫ് ആംഗിൾ എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ നോക്കുകയാണെങ്കിൽ ഫ്ലഫി ഈ ഒരു ആംഗിൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഒരു ഹെഡിങ് കിട്ടിയിട്ടുണ്ട് മാത്തൻ ആൻഡ്രൂവിന് വില്ലുവിന്. 2 സൈഡിൽ തടി വരുന്നുണ്ട്. ഫ്ലഫി അടിക്കുന്നു. ഫ്ലഫി മാത്തൻ ആൻഡ്രൂവിനെ ഡൗൺ ആക്കി. അങ്ങനെ TVA വാർ ജയിച്ചിരിക്കുകയാണ് ഗൈസ്. TVA won the war and it was a very nice war. നല്ലൊരു വാർ തന്നെയായിരുന്നു. നമ്മൾ നല്ലൊരു വാർ തന്നെയാണ് അവിടെ കണ്ടത്. നൈസ്. രണ്ട് ടീമിന്റെ സൈഡിൽ നിന്ന് നല്ലൊരു അഗ്രസീവ് ഫൈറ്റും പുഷും നമുക്ക് ഈ വാറിൽ കാണാൻ സാധിച്ചു. ഇതേപോലെ എല്ലാ വാറും കാണട്ടെ. നല്ല നല്ല പുഷുകളും നല്ല നല്ല വാറുകളും കാണാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വണ്ടി അവർക്ക് ഇട്ടുകൊടുത്തേക്കല്ലേ പോകാൻ വേണ്ടിയിട്ട്. അവസാനം ഡീ മേടിച്ച് ഡിയുടെ വണ്ടി ഇവിടെ ഉണ്ടല്ലോ, വണ്ടിയല്ലേ ഉണ്ട്. അടുത്ത വാറേതാ? ഓക്കെ, അവർക്ക് പോകാൻ വേണ്ടി ഒരു വണ്ടി ഉണ്ടേക്ക്. ബാക്കിയെല്ലാം ക്ലിയർ അല്ലടാ? ഓൾ ക്ലിയർ. എല്ലാം 0 മേടിച്ചില്ലടാ? രണ്ട് സൈഡിലോട്ടല്ലേ 0 മേടിച്ചേ? ലാസ്റ്റ് 2v1 5v5 ആയിരുന്നു. അത് കുറഞ്ഞു. നൈസ്, നല്ലൊരു പുഷ് രണ്ട് സൈഡിൽ നിന്നും. നല്ല നൈസ് ക്ലീൻ. ഓക്കെ, അങ്ങനെ വാറ് TVA വേഴ്സസ് KKB വാറ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇവിടെ എനിക്ക് തോന്നുന്നു TVയുടെ സൈഡിൽ നിന്നും പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമേ മെൻഷൻ ചെയ്തതുപോലെ ലോങ് സ്പ്ലിറ്റ് ആയിപ്പോയി ഈ മാച്ചിൽ. അതുകൊണ്ടാണ് ഇത്രയും കാഷ്വാലിറ്റീസ് വീണെന്ന് തോന്നുന്നു. അതേപോലെ KKB നോക്കുവാണെങ്കിൽ നല്ലപോലെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നല്ലൊരു അഗ്രസീവ് ഗെയിം പ്ലേ KKBയുടെ സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും. Thank you so much for the thank you so അപ്പാപ്പു പൂയോ, അതെന്തൊരു സാധനം. നിങ്ങൾ പറഞ്ഞത് നിങ്ങളെ കളിയാക്കല്ലേ കേട്ടോ. ഇവിടെ ഇപ്പൊ ഇത് വായിച്ചതാണ്, എന്താ ഗൂഗിള് വായിച്ച സാധനം അത്, അപ്പ പൂയിന്ന്. Thank you so much for the 10 Qatar Real, bro. Welcome to the stream and thank you so much for the 10 Qatar.